നമ്മളെ പോത്തുകുട്ടന്മാർക്ക് ഒരു ദിവസം കൊടുക്കുന്ന തീറ്റയാണിതേ. ഇതേപോലെ അരിമില്ലിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. 18 ഉറുപ്പ്യാണ്, 17 ഉറുപ്പ്യാണ് ഒരു കിലോ വില. 18 പറയേണ്ടത് 17 കൊടുക്കൽ. പിന്നെ നമ്മളെ വലിയ പോത്തുകൾക്ക് കൊടുക്കുന്നതാണ് ഒരു പ്ലേറ്റ് 1 കിലോ ഉണ്ടാവും. അതിനാണ് 17 ഉറുപ്പ്യ വില. വലിയൊരാൾക്ക് കൊടുക്കുന്നതാണിത് 1 കിലോ. ചെറിയ കുട്ടികൾക്ക് 1/2 കിലോ വെച്ചാൽ കൊടുക്കുക. എന്താ അത്രയും വില കുറഞ്ഞ തീറ്റയാണ്. ഇതിലും വില കുറവുള്ളതൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടാനുമില്ല. അപ്പോൾ അത്രയും നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ കൊടുത്തിട്ട് ആണ് വളർത്തേണ്ടത്. എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. കൂടുതൽ പൈസ ചിലവാക്കി ഇപ്പോൾ തവിടിന് 27 ഉറുപ്പ്യുണ്ട്, ഗോതമ്പ് തവിടിന്. അപ്പോൾ അതൊന്നും കൊടുത്താൽ നമുക്ക് മുതലാവില്ല. അത് കുറച്ച് പൈസ കുറവുണ്ട്. ഇതൊരു കിലോ വെച്ച് കൊടുക്കും വലിയ ആൾക്കാർക്ക്. ചെറിയ കുട്ടികൾക്ക് 1/2 കിലോനും കൊടുക്കും. പിന്നെ കുറച്ച് പുല്ലും കുറച്ച് വൈക്കോലൊക്കെ. വൈക്കോലിപ്പോൾ 2-3 മാസം വൈക്കോല് കൊടുക്കും. പിന്നെ പുല്ല് കിട്ടാൻ വഴിയില്ലാത്ത സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വൈക്കോല് സംഘടിപ്പിച്ച് കൊടുക്കും. പിന്നെ നല്ല വേനൽക്ക് പുല്ലിന് ക്ഷാമം വരുമ്പോൾ വൈക്കോല് കുറച്ച് കൊടുക്കും. പിന്നെ പുല്ല് തന്നെ എവിടെയെങ്കിലുമൊക്കെ വെട്ടിക്കൊടുന്ന് പുല്ലും കാടും ഒക്കെ പാടെ വെട്ടിക്കൊടുന്ന് ഇട്ട് കൊടുക്കും. ഒക്കെ തിന്നോളും. പുല്ല് തിരഞ്ഞ് നടക്കലൊന്നുമില്ല. കിട്ടിയത് എന്താ വെച്ചാൽ വെട്ടിയിട്ട് കൊടുക്കലാണ്. അങ്ങനെ നമ്മൾ പുല്ല് നല്ലത് തിരഞ്ഞ് നടന്നാലൊന്നും ഇപ്പോൾ അത് കിട്ടില്ല. കാടും പൊന്തയും പുല്ലും എല്ലാം പാടെ കൂട്ടി വെട്ടിയും കണ്ടാണ് കൊടുന്നിടും. വിശക്കുമ്പോൾ എല്ലാം തിന്നും അവർ. അങ്ങനെയാണ് നമ്മൾ വളർത്തുന്ന രീതി. ഇവിടെ കുട്ടികളാണ്. ഇവിടെ ഈ മോര് താഴത്തായിരുന്നു. അവിടെ കുത്തുകൂടിയിട്ട് ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ 3 ചെറിയ കുട്ടികളുണ്ട്. അവർക്കൊക്കെ 1/2 കിലോ വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പുല്ലും. ഇതാണ് നമ്മൾ വളർത്തുന്ന രീതി. പിന്നെ വെള്ളം നല്ലോണം കുടിക്കാൻ കൊടുക്കും. കുറച്ച് ഈ അരിത്തവിട് വേവിച്ചത് നല്ലോണം വെള്ളമാക്കിയിട്ട് ഒരു ബക്കറ്റ് അവർക്ക് വേണ്ടത്ര വെള്ളം നമ്മൾ കുടിക്കാൻ കൊടുക്കും. 2 നേരം പച്ചവെള്ളം കൊടുക്കും, ഈ തവിടിട്ട വെള്ളം കൊടുക്കും. ഈ പോത്തുകുട്ടന്മാർ പച്ചവെള്ളം നല്ലോണം കുടിക്കും. ഇവിടെ നിൽക്കുന്ന ചെറിയ കുട്ടികൾ. മറ്റവർക്ക് വെള്ളത്തിനോട് അത്ര താല്പര്യമൊന്നുമില്ല. അവർ തവിടിട്ട് കൊടുത്താലേ വെള്ളം കുടിക്കുള്ളൂ. പിന്നെ ഇവിടുത്തെ പുല്ലാണ് ഇപ്പോൾ ഇത് നാളെ രാവിലെ ഇട്ട് കൊടുക്കാനാണ്. ഇപ്പോൾ പുല്ല് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കറിയുന്നത്. അപ്പോൾ പുല്ലോടെ ഇട്ട് കൊടുത്തു. അതുകൊണ്ടായിട്ട് ഒപ്പിക്കാം. ഇനി രാത്രി ഒന്നും കൊടുക്കില്ല. 5:30 മണിക്കാണ് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് വൈക്കോലും ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞാൽ 5 നേരം വെളുത്തിട്ടേ കൊടുക്കുള്ളൂ. അങ്ങനെ കൂടുതൽ ഇട്ട് കൊടുത്തതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് കേൾക്കണത്. ഇവർ അയവിറക്കാൻ ടൈം വേണത്രേ. അതാണ് നമ്മൾ കുറേശ്ശെ കൊടുക്കുന്നത്. 2 നേരമേ കൊടുക്കുള്ളൂ. രാവിലെ കൊടുക്കും, പിന്നെ വൈകുന്നേരം. പിന്നെ ഇവർക്ക് അയവിറക്കാൻ ടൈം കിട്ടണം, എന്നാലുള്ളൂ പിന്നെ ഇത് അവരുടെ ശരീരത്തിൽ പിടിക്കുള്ളൂ. അങ്ങനെ കുറേയാണ് കൊടുത്തിട്ട് അത് ചാണകമായി പോവുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നത്. പിന്നെ അപ്പോൾ 2 ടൈമിലാണ് നമ്മൾ കൊടുക്കേണ്ടത് വെള്ളം. ആദ്യം വെള്ളമാണ് നല്ലോണം വയറ് നിറച്ച് കുറേ കുടിച്ചാൽ പിന്നെ കുറച്ചേ വേണ്ടുള്ളൂ പുല്ല്. വയറ് നിറയണം അവർക്ക് 2 ടൈമിൽ. നല്ല സാറായിട്ട് നിറയണം. അതിന് വെള്ളം നല്ലോണം കൊടുക്കണം. അതിന് ശേഷം പിന്നെ കുറഞ്ഞ പുല്ലേ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. വെള്ളം ഈ ചന്തയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചെറിയ പോത്തും കുട്ടികളൊക്കെ ആദ്യ ടൈമിലൊന്നും വെള്ളം കുടിക്കില്ല. അങ്ങനെ വെള്ളം കുടിച്ച് ചിലാണ് 1 മാസം കഴിയും ഇവർക്ക് പിന്നെ വെള്ളം കുടിച്ച് തുടങ്ങണമെങ്കിൽ തന്നെ. കുറച്ചൊക്കെ കുടിക്കുന്നല്ലാതെ പിന്നെ നമ്മളടുത്ത് വന്നിട്ടാണ് അവർ വെള്ളമൊക്കെ കുടിച്ച് ശരിയാകൽ.